പവിത്രത്തിൻ്റെ രക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ഒരുപാട് വൈകിട്ടും വേദയ്ക്ക് ഉറക്കം വരുന്നില്ല. അവളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് മുത്തശ്ശിയും പത്മയും വരുന്നുണ്ട്. മുത്തശ്ശി വേദയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ? നിന്റെ കണ്ണുകളെല്ലാം കലങ്ങിയിട്ടുണ്ടല്ലോ, നീ കരയുകയായിരുന്നോ? അപ്പോൾ നാളെ നേരം വെളുത്താൽ വിവാഹമല്ലേ? എന്നിട്ടും നീ എന്തിനാ ഈ സമയത്ത് കരയുന്നത്? ഈ വിവാഹം നിന്റെ സമ്മതത്തോടു കൂടിയല്ലേ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, മുത്തശ്ശി, ആരാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ സമ്മതത്തോടു കൂടിയല്ല നാളെ ഈ വിവാഹം നടക്കാൻ പോകുന്നത്. മുത്തശ്ശിക്കറിയാവോ, അച്ഛനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞതെന്താണെന്നറിയാവോ? ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ സ്വയം വെടിവെച്ച് മരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. എന്നെക്കാൾ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയാണ്. എൻ്റെ അച്ഛൻ മരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ എന്നിട്ടും സമ്മതമാണെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ മൗനം സമ്മതത്തിലെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. ഇത് കേട്ടതും മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. പത്മ സങ്കടത്തോടെ കരയുന്നുമുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയാണോ? നീ എന്താ മോളെ പറയുന്നത്? എൻ്റെ ശങ്കരൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞത്? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാൻ എൻ്റെ മോളോടൊപ്പമാണ്. മോൾക്ക് ഇഷ്ടമുള്ള വിവാഹം മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ അവനോട് ഇപ്പോൾ തന്നെ പോയി സംസാരിച്ചോളാം. എന്താ അവൻ പറയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരൻ്റെ അടുത്തേക്ക് പോകാനായി നോക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ മുത്തശ്ശിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. വേണ്ട മുത്തശ്ശി, വേണ്ട. അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. മുത്തശ്ശി പറഞ്ഞാലും അച്ഛൻ അത് ചെവിക്കൊള്ളത്തില്ല. അച്ഛൻ വിചാരിച്ചത് മാത്രമേ നടക്കത്തുള്ളൂ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷേ എനിക്കറിയാം മുത്തശ്ശി, ഞാൻ വിക്രമിനെ ഒരുപാട് സ്നേഹിക്കുന്നു. മറ്റൊരാളെ ഭർത്താവായി കാണാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുണ്ടല്ലോ, ഞാൻ ഇതിൽ ഒരുപാട് വിശ്വസിക്കുന്നു. ഇത് വെറും ഒരു താലിയല്ല, ദൈവസന്നിധിയിൽ വെച്ച് വിക്രം എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ്. പിന്നെ വിക്രമിൻ്റെ മനസ്സിലും ഞാനുണ്ട്. അതാർക്കും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത് വിക്രം പുറത്തു കാണിക്കുന്നില്ല. മുത്തശ്ശി, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ വിക്രം വരും. ആ മണ്ഡപത്തിൽ ഞാൻ ശക്തി എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് തന്നെ വിക്രം എന്നെ വിളിക്കാൻ വരും. എന്നെ വിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോകും മുത്തശ്ശി. എനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ശരി മോളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. മുത്തശ്ശി പ്രാർത്ഥിക്കാം, മോൾ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. വിക്രം വർക്ക്ഷോപ്പിലിരിക്കുന്ന സമയത്ത് ശക്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, ഞാൻ ഈ നേരത്തെ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നത് എന്താണെന്നറിയാവോ? ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാ. അത് നിന്നോട് നേരിട്ട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫോൺ ചെയ്യാണ്ടിരുന്നത്. നിന്നോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വിക്രം ആവേശത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ ശക്തി? ശക്തി പറയുന്നുണ്ട്, നാളെ എൻ്റെ വിവാഹമാണ് വിക്രം. ഇത് കേട്ട് നമ്മുടെ വിക്രം അങ്ങ് അന്തം വിട്ട് നമ്മുടെ ശക്തി എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്? നാളെ എൻ്റെ വിവാഹമാടാ. എല്ലാവരും സമ്മതിച്ചു. പെട്ടെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്, എല്ലാവരും സമ്മതിച്ചോ? അപ്പോൾ ശക്തി പറയുന്നുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും സമ്മതിച്ചു. എൻ്റെ അങ്കിളിന് മാത്രമേ ഒരു സമ്മതക്കേടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്കിൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലടാ, പെട്ടെന്ന് സമ്മതിച്ചു. വിവാഹത്തിന് പെട്ടെന്ന് തന്നെ നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓഡിറ്റോറിയങ്ങൾ ഒന്നും ഒഴിവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ആണോ? നിങ്ങളുടെ കല്യാണം മാത്രമല്ല, ഞങ്ങളുടെ വിക്രമേട്ടൻ്റെ കല്യാണം നാളെയാണ് നടക്കുന്നത്. ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, അതെനിക്കറിയാവുന്ന കാര്യമല്ലേ. ഇൻവിറ്റേഷൻ കാർഡ് എവിടെ? അതെടുക്ക് നോക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട് ശക്തിയുടെ കയ്യിൽ. ശക്തി അത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഓ, ഈ അമ്പലത്തിൽ വെച്ചാണോ കല്യാണം എന്ന് ചോദിക്കുന്നു. അതെ, എന്തോ അറിയുമോ ചോദിക്കുമ്പോൾ ശക്തി പറയുന്നുണ്ട്, അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും വിക്രം, നിൻ്റെ വിവാഹത്തിന് ഞാനും വേദയും എൻ്റെയും വേദയുടെയും വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ആ മാല പോലും മാറ്റാതെ ഞങ്ങൾ നിൻ്റെ വിവാഹത്തിന് പങ്കെടുത്തിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ വിക്രം എന്ത് പറയണമെന്നറിയാതെ വളരെ ദയനീയമായൊരവസ്ഥയിൽ ഇങ്ങനെ ശക്തിയെ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ശരി വിക്രം, ഞാൻ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നാളെ കാണാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശക്തി അവിടെ നിന്നും യാത്ര പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്.
ശക്തി അവിടെ നിന്നും പോയ ഉടനെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ സാറ് വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വിക്രമിനോട് പറയുന്നുണ്ട്, എന്തൊക്കെയുണ്ടടാ വിക്രം, നീ നാളെയല്ലടാ നിൻ്റെ വിവാഹം, എന്നിട്ട് ഇതുവരെ നീ വീട്ടിൽ പോയില്ലേ എന്ന് ചോദിക്കുന്നു. വിക്രം പറയുന്നുണ്ട്, ആ അതൊക്കെ അങ്ങ് നടക്കും, ഞാൻ പോവുകതന്നെയാണ്. സാറെന്താ ഈ നേരത്തെ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താടാ നീ അങ്ങനെ ചോദിക്കുന്നത്, നാട് നീളെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. എനിക്കും നിൻ്റെ ചേച്ചിക്കും ഈ വിവാഹത്തിൽ പങ്കെടുക്കണമെന്നും ഒരുപാട് സന്തോഷമുണ്ടാ ഈ വിവാഹം നടക്കുന്നതിലും പങ്കെടുക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ നിന്ന് ആശീർവാദം തന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നും പോവേണ്ടി വരും. സ്റ്റേജിൽ കയറാനോ നിന്നെ അനുഗ്രഹിക്കാനോ ഒന്നിനും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾക്കറിയാം നിൻ്റെ അച്ഛൻ അതിന് ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതിനെന്താ, അച്ഛൻ ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ വന്നോളൂ എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, ഡാ വിക്രമ, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അച്ഛനെ പറ്റി മോശമായി ഒന്നും സംസാരിക്കരുത്. അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ അതൊന്നും സാരമില്ല, ഞങ്ങൾ നാളെ വരത്തില്ല. വന്നാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾ പോരുകയും ചെയ്യും. പിന്നെ നിനക്ക് ഒരു സമ്മാനം തരണമെന്നുണ്ട്, അത് തന്നോട്ടെ ഞാനെന്ന് ചോദിക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, നോക്കട്ടെ, സ്വീകരിക്കണമെന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു. ഓ, നീ അത്രയ്ക്കായോടാ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് പണം എടുത്തുകൊണ്ട് നമ്മുടെ വിക്രമിൻ്റെ നേരെ നീട്ടുന്നുണ്ട്. വിക്രം അത് വാങ്ങിക്കുന്നില്ല, പക്ഷേ വിക്രമിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ശ്രീനിവാസൻ സാറ്. വേണ്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഇതാണോ സാറേ സമ്മാനം, പക്ഷേ ഇതിനു മുൻപ് സാറിൻ്റെ പേരിൽ പെട്രോൾ പമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, അതും ഒരു സമ്മാനമല്ലേ. ഇനി എന്തിനാ സാറേ ഈ പണം എനിക്ക് തരുന്നത്, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല, എൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, ഏയ് ഇതെൻ്റെ അവകാശമാടാ, നീ എൻ്റെ അനിയനല്ലേ, ഇതൊരു സമ്മാനമായൊന്നും കണക്കാക്കണ്ട. പിന്നെ ഇത് നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്, ഇത് നിൻ്റെ വിവാഹത്തിനുള്ള ചിലവിൽ കൂട്ടിയാൽ മതി നീ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിന് കൊടുക്കുന്നുണ്ട്. ശരി, സാറ് നിർബന്ധിക്കുന്നത് കൊണ്ട് സാറിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിത് വാങ്ങിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പണം വിക്രം പോക്കറ്റിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ വിക്രമിൻ്റെയും വേദയുടെയും ശക്തിയുടെയും വിവാഹം നടക്കുന്നു എന്ന് കേട്ടതും നമ്മുടെ വിക്രമിന് വളരെ വിഷമം വരുന്നുണ്ട്. അതും രണ്ടുപേരുടെയും വിവാഹം ഒരു ദിവസമാണ് നടക്കുന്നത്. എന്നാൽ വിക്രമിൻ്റെ ഈ സങ്കടം കണ്ട് നമ്മുടെ അനിയൻകുട്ടനും രാജേട്ടനുമൊക്കെ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവരിങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എടാ, രാജേട്ടൻ പറയുന്നുണ്ട്, എടാ അനിയൻകുട്ട, എനിക്ക് വിക്രമിൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ അവനിങ്ങനെ സങ്കടപ്പെടുന്നത്, ആ വേദി അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവനത് പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയല്ലേ വേണ്ടത്. എന്തിനാ ഈ രാധയുമായുള്ള വിവാഹത്തിന് അവൻ സമ്മതിച്ചത്, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രാജേട്ടൻ കരയുന്നുണ്ട്. പെട്ടെന്ന് അനിയൻകുട്ടൻ പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് രാജേട്ട, അതുപോലെ ചെയ്താലോ എന്ന് പറയുന്നുണ്ട്. എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് രാജേട്ടൻ. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, നമുക്ക് ഈ വിവാഹം അങ്ങ് മുടക്കാം. എന്ത് വിവാഹം മുടക്കാനോ, അതെങ്ങനെയാടാ? അല്ല, നമുക്ക് ഈ രണ്ട് വിവാഹത്തിനുള്ള ചെറുക്കനെയും പെണ്ണിനെയും അങ്ങ് പൊക്കിയാലോ, രാധയെയും പൊക്കാം, ആ ശക്തിയെയും പൊക്കാം. അപ്പോൾ നമ്മുടെ വേദിയുടെയും വിക്രമിൻ്റെയും അവരുടെ വിവാഹങ്ങൾ നടക്കത്തില്ലല്ലോ. പെണ്ണും ചെറുക്കനും പോയാൽ പിന്നെ ഇങ്ങനെ വിവാഹം നടക്കും എന്നിങ്ങനെ അനിയൻകുട്ടൻ പറയുന്ന സമയത്ത് രാജേട്ടനത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്.